കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ അതിനകത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ഹൗസ് വാമിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിലയും നൂറയും അവരും പങ്കെടുത്തു. ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അവരെ ക്ഷണിച്ചു. വളരെ സന്തോഷമായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവര് പോയി. പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ മുമ്പ് ഈ ഫൈസൽ എന്ന് പറയുന്ന മലബാറിന്റെ ഓണറായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പെൺകുട്ടികളെ എന്റെ ഈ ഒരു ഹൗസ് വാമിംഗ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിൽ ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് വന്നത്. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. എന്നിട്ട് ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. ഈ 2 പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദിലെ നൂറയാണ്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. നിങ്ങളുടെ ഹൗസ് വാമിംഗിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ? അതും ഒരു ബിഗ് ബോസ് ഫെയിം ആയിട്ട് നിൽക്കുന്ന ആദിലെ നൂറയൊക്കെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ എങ്ങനെയാണ് അവരെ ക്ഷണിക്കുന്നത്? ആരാണെങ്കിലും അവരെ ക്ഷണിച്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ അവർ കിട്ടിയിട്ടാണ് അവർ ആ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുക്കാൻ വന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നല്ല, ഒന്നും പറയാനില്ല. അതങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടേക്കുന്നത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട്. ഫോട്ടോ സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കുണ്ട്.